ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ 4 ക്യാപിറ്റൽ സ്ട്രക്ചർ. നമ്മൾ ഓൾറെഡി ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറായിട്ട് ഈ ഒരു ടേമായിട്ട് നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ്. കാരണം നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചാപ്റ്ററിലായാലും അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിലും നമ്മൾ ഈ ഒരു ടേം ധാരാളമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡ്ലി നമുക്ക് യൂസ് ചെയ്യുന്ന അവസരം വന്നിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എൻ ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. Capital structure refers to the makeup of the capitalization of a firm. It is a mix of debt and equity which a company uses to finance its long-term operations. Debt capital is the company's long-term borrowings. Equity capital is the long-term funds provided by the shareholders or owners of the company. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ വരുന്ന ലോങ് ടേം ബോറോവിങ്സ്, ഡിബെഞ്ചേഴ്സ്, അതോടൊപ്പം തന്നെ ഓർഗനൈസേഷനിൽ വരുന്ന ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയർസൊക്കെ, ഇതിൻ്റെ ഒരു മിക്സപ്പാണ് ഈ ഒരു ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ലോങ് ടേം ബോറോവിങ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും. ഈ രണ്ട് ക്യാപിറ്റലും അതേപോലെ ലോങ് ടേം ബോറോവിങ്സിൻ്റെ ഒരു മിക്സപ്പാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Thus, capital structure refers to the combination of different sources of capital used by an organization to finance its activities. നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അതായത് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവരുടെ ഫങ്ഷനിങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി, ഡെവലപ്മെൻറ്റിന് വേണ്ടി, ബ്രാഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി വി ഗോ ഫോർ ഓൾട്ടർനേറ്റീവ് ഫിനാൻസ് സോഴ്സസ് സച്ച് ആസ് ഡിബെഞ്ചേഴ്സ്, ലോങ് ടേം ബോറോയിങ്സ്, ലോൺസ് വാങ്ങിക്കുന്നു. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കളക്ട് ചെയ്യുന്നു. അത് ഇക്വിറ്റി ഷെയർസ് ആവാം, പ്രിഫറൻസ് ഷെയർസ് ആവാം, ഇതേപോലെ റീറ്റെയിൻഡ് ഏർണിങ്സിലോട്ടും വരാം. അപ്പോൾ ഈ പറയുന്ന എല്ലാം സോഴ്സ് ഓഫ് ഫിനാൻസ് ഓർഗനൈസേഷൻ അവരുടെ വർക്കിങ്ങിന് വേണ്ടി, അവരുടെ ഗ്രോത്തിന് വേണ്ടി, അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ഫർദർ റിസർച്ചിന് വേണ്ടി എവിടുന്നൊക്കെ സോഴ്സ് ഓഫ് ഫിനാൻസ് കളക്ട് ചെയ്യുന്നു, അതിനൊക്കെ ഒരു കോമ്പിനേഷനാണ്, അതിനൊക്കെ ഒരു മിക്സപ്പാണ് ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഡെഫിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു R.H. Bessel, the term capital structure is frequently used to indicate the long-term source of fund employed in a business. Capitalization അടുത്ത വേറൊരു ടേമാണ്. Capitalization refers to the total amount of capital raised through shares, debentures, bond, loans. In short, it is the total needs of capital, its structure and arrangement. It is the total amount of securities issued by a company. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മിക്സ് അല്ലെങ്കിൽ ദ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ക്യാപിറ്റലൈസേഷൻ പറയുന്നത് വേറൊരു ടേമാണ്, വേറൊരു ഒബ്ജക്റ്റീവ് ടേമാണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേമാണ്, കോൺസെപ്റ്റാണ്. ക്യാപിറ്റലൈസേഷൻ പറയുന്നത് ഈ പറയുന്ന മിക്സപ്പിനൊക്കെ ടോട്ടൽ എമൗണ്ടിനെയാണ്. നമ്മുടെ ഓർഗനൈസേഷനിലെ സോഴ്സ് ഓഫ് ഫിനാൻസിലെ സോഴ്സ് ഓഫ് ക്യാപിറ്റലായിട്ട് നമുക്ക് ഡിബെഞ്ചേഴ്സ് ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഉണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ബോൺസ് ഉണ്ട്. ഈ പറഞ്ഞ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്നതെങ്കിൽ ഈ പറഞ്ഞ എല്ലാം ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെയും ടോട്ടൽ എമൗണ്ട്, മണി വാല്യൂവിനെയാണ് ക്യാപിറ്റലൈസേഷൻ പറയുന്നതും. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഒരു മിക്സപ്പ് കോമ്പിനേഷനെയാണ്. മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്. ഈ ഒരു മിക്സപ്പ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ, ഈ ഡെപ്റ്റും ഇക്വിറ്റിയും പ്രിഫറൻസും അല്ലെങ്കിൽ ലോങ് ഡിബെഞ്ചർ, ബോൺസ്, ലോങ് ടേം ലോൺസ്, ഈ പറഞ്ഞ എല്ലാ മിക്സപ്പിൻ്റെയും എങ്ങനെയാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്, എത്രത്തോളം വേണം, ഡിബെഞ്ചേഴ്സ് നമ്മുടെ ഓർഗനൈസേഷന് എത്ര വേണം, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര വേണം, ഇതിൻ്റെ ഒരു റേഷ്യോ നമ്മൾ തീരുമാനമെടുക്കുന്നത്, അതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് എന്ന് പറയുന്നത്. അതിനുള്ള പ്രോസസ്സാണ് 3 EBIT, EPS അനാലിസിസ്, വാല്യുവേഷൻ മെത്തേഡ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്. EBIT, EPS അനാലിസിസ്. ഈ ഒരു EBIT, EPS എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഈ കാര്യമാണ്. ലെവറേജ് അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. EBIT എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതല്ലെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും. EPS എന്ന് പറയുന്നത് ഏർണിങ്സ് പെർ ഷെയർ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ റിമൈനിങ് ഷെയർസ് എന്തൊക്കെയാണത്, ആ ഓരോ ഷെയറിന് നമുക്ക് എത്രയാണ് ഇൻകം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഏർണിങ്സ് ലഭിക്കുന്നത്, അതിനാണ് EPS എന്ന് പറയുന്നത്. പെർ ഷെയർ വാല്യൂ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ EBIT, EPS അനാലിസിസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ കൊണ്ടുവരുന്ന ചേഞ്ചസ് അതെങ്ങനെ നമ്മുടെ ഏർണിങ്സ് പെർ ഷെയറിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അത് ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി ലെവറേജ് അനാലിസിസിൽ ഓപ്പറേറ്റിംഗ്, ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻ ലെവറേജ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് ലെവറേജ്, അതിൽ ഓർഗനൈസേഷൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്ര വരുന്നു, അതിന് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഇൻ ഓർഡർ ടു മൾട്ടിപ്ലൈ അവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഫിനാൻഷ്യൽ ലെവറേജ് ആണെങ്കിലോ ഓർഗനൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്സ് എന്തൊക്കെയാണ്, ആ ഫണ്ട്സ് നമ്മളെങ്ങനെ കറക്റ്റായിട്ട് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ കൊണ്ടുവരുന്നു, മാനേജ് ചെയ്യുന്നു. അത് വെച്ചിട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, സെയിൽസ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്.
നേരെ മറിച്ച് കമ്പൈൻ ലിവറേജ് ആണെങ്കിലോ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ടോട്ടൽ റിസ്ക് വാല്യൂ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് EBIT ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സെയിൽസിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുന്നു, അത് ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഷെയറിൽ ഡിഫറൻസ് വരുന്നു, ഒരു ഷെയറിൻ്റെ വാല്യൂവിൽ ഡിഫറൻസ് വരുന്നു. അതാണ് EBIT EPS അനാലിസിസിൽ പറയുന്നത്. അടുത്തതാണ് വാല്യുവേഷൻ മെത്തേഡ്. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫേമിൻ്റെ ടോട്ടൽ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു മിക്സപ്പ് കോമ്പിനേഷൻ റേഷ്യോ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഓർഗനൈസേഷൻ്റെ വാല്യൂ, does it multiply with the use of debentures, or does it multiply with the use of long term borrowings, or does it multiply with the use of investments? നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, അതായത് ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്, ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത് ഈസ് മച്ച് ചീപ്പർ ദാൻ ദി ഡിവിഡൻഡ് ടു ബി പ്രൊവൈഡഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ഷെയർ ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നതിനാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്, നമുക്കറിയാം. ആ ഡിവിഡൻഡ് റിട്ടേൺ ഏറ്റവും ഹയസ്റ്റ് എവിടെയാണ് ലഭിക്കുന്നത് അവിടെ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനി എ, കമ്പനി ബി. കമ്പനി എയിൽ നമ്മൾ 10 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ആയിട്ട് 10,000 rupees നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, ഗുഡ്. കമ്പനി ബിയിലാണെങ്കിൽ 10 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് റിട്ടേൺ ആയിട്ട് ഒരു വർഷം നമുക്ക് 12,000 rupees നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഹയർ റിട്ടേൺ ലഭിക്കുന്ന അവിടെയാണ് നമ്മൾ എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുക, കമ്പനി ബി ഓഫ് കോഴ്സ്. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും മെയിൻ ഫോക്കസ് വരുന്നത് എങ്ങനെയെങ്കിലും അവരെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കമ്പനിയിലോട്ട് കൊണ്ടുവരിക, അതിനുവേണ്ടി ഹയർ ഡിവിഡൻഡ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ബാങ്കിൻ്റെ കാര്യത്തിലാണ്. ബാങ്കിനെ സംബന്ധിച്ച് അവിടെ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ വരുന്നതാണ്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് എത്രത്തോളം അവർക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി ഉയർന്നു വരുന്നു. ലോൺസിനൊപ്പം തിരിച്ചത് പിടിക്കുകയും വേണം, അതൊരു കാര്യമാണ്. എന്നാലും എത്രത്തോളം ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു, എത്രത്തോളം അഡ്വാൻസസ് കൊടുക്കാൻ സാധിക്കുന്നു ബാങ്കിനെ സംബന്ധിച്ച്, അത്രത്തോളം അവരെ ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലോൺ കിട്ടാൻ അത്രയും വലിയൊരു പ്രോസസ്സ് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. വെൻ കമ്പയറിങ് ടു ദി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്, നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ലോൺസ് നമുക്ക് ലഭിക്കും ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന്. അവിടെ നമ്മൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു മോർഗേജ് അസറ്റ് കീപ്പ് ചെയ്താൽ മാത്രം മതി. Therefore, obtaining debt is much cheaper than obtaining the investment from the public. അതോടൊപ്പം തന്നെ വേറെ കാര്യം കൂടി, നമ്മൾ ഡെപ്റ്റിൽ നമുക്കറിയാവുന്നതാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ഇൻട്രസ്റ്റ് നമുക്ക് ടാക്സേഷൻ ബെനിഫിറ്റ് നമുക്ക് ഇളവ് ലഭിക്കും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കറിയാം EBITന്ന് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിന് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നു, EBT ലഭിക്കുന്നു. ഏർണിങ്സ് ബിഫോർ ടാക്സിന് അതിനുശേഷമാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അതായത് ഓൾറെഡി ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഡിഡക്ട് ചെയ്തിട്ട് റിമൈനിങ് പ്രോഫിറ്റ് എമൗണ്ടിൽ മാത്രം ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഇൻട്രസ്റ്റ് ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ടാക്സേഷൻ എക്സംഷൻ എഫക്റ്റ് കൂടി ഉണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടൊരു കാര്യത്തിലുകൊണ്ടാണ്, അതായത് നമുക്ക് ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോങ് ടേം ബോറോയിങ്സ് നമുക്ക് ലഭിക്കുന്നത് ഈസ് മച്ച് ചീപ്പർ ദാൻ വാട്ട് വി ഹാവ് ടു പേ ഫോർ ദ ഡിവിഡൻഡ് റേഷ്യോ. അതേപോലെ തന്നെ ടാക്സേഷൻ എക്സംഷൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും, ടാക്സേഷൻ ഡിഡക്ഷൻ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് വാല്യുവേഷൻ ഓഫ് ഫേം. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റിലോട്ടാണ് നമ്മൾ നമ്മുടെ ഫോക്കസ് കൊണ്ടുപോകുന്നത്. ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഓർ ഇൻഫ്ലുവൻസിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ക്യാപിറ്റൽ സ്ട്രക്ചർ ആ ഒരു മിക്സപ്പ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ, അതിനെങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു, എഫക്റ്റ് ചെയ്യുന്നു. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, സൈസ് ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് അതാണ് മെയിൻ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് വേണ്ടി. അതിപ്പോൾ നമുക്ക് ലോൺസ് ലഭിക്കാൻ വേണ്ടി തന്നെയാണെങ്കിൽ, ലോങ് ടേം ബോറോയിങ്സ് നമുക്ക് ലഭിക്കണമെങ്കിൽ, ഫോർ എൻ എംപ്ലോയിഡ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ ലോൺ, നിങ്ങളവിടെ എന്തെങ്കിലും നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ലോൺ എമൗണ്ടിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട്, മോർ ദാൻ ഈക്വൽ എമൗണ്ട് മുകളിലായിട്ട് നമുക്കൊരു അസറ്റ് കൂടി നമ്മൾ മോർഗേജ് ആയിട്ട് കീപ്പ് ചെയ്യണം. സേ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ഹൗസ് പ്രോപ്പർട്ടി ഓർ വെഹിക്കിൾ, മെഷീനറി, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്, ഒരു എംപ്ലോയിക്ക് നമുക്ക് ലോൺ ലഭിക്കണമെങ്കിൽ അവിടെ സാലറി സർട്ടിഫിക്കറ്റും അതേപോലെ അസറ്റ് മോർഗേജ് ആയിട്ട് കീപ്പ് ചെയ്യുകയും വേണം. ഈ സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കെങ്ങാനും ബാങ്ക് ലോൺ തരികയാണെങ്കിൽ അത് മാസം എല്ലാ മന്തും വിത്തൗട്ട് ഫെയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയിൽ നിന്ന് അടച്ചു തീർക്കാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടിൽ ഒതുക്കുന്നതാകണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത്. എല്ലാ മന്തും വിത്തൗട്ട് ഫെയിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് സാലറി ആയിട്ട് ലഭിക്കുന്നു. സോ ദാറ്റ് ആ ഒരു ടോട്ടൽ സാലറി വാല്യൂന്ന് ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക്, ഇത്ര പോർഷൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിലോട്ട് മാറ്റി നിർത്തി ബാക്കി പിന്നെ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്ത് ജീവിക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ടാകുമോ, അതാണ് സാലറി സർട്ടിഫിക്കറ്റ് എന്ന് ഓർഗനൈസേഷൻ, ബിസിനസ്, ബാങ്കിങ് ഫേംസ് ഒക്കെ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ മോർഗേജ് അസറ്റ് വാങ്ങിക്കുന്നു.
അതായത് സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം. അതെന്തിനു വേണ്ടിയാണ്? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കാൻ സാധിക്കുന്നില്ല, കണ്ടിന്യൂസ് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ മോർഗേജ്, ഈ സെക്യൂരിറ്റി ആയിട്ട് കീപ്പ് ചെയ്യുന്ന മോർഗേജ് അസറ്റ് ബാങ്ക് ലേലത്തിന് വെക്കുന്നു, വിൽപ്പന നടത്തുന്നു. അങ്ങനെ ബാങ്കിന് കൊടുത്ത തുക, ബാങ്ക് കൊടുത്ത എമൗണ്ട് ബാങ്കിന് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ദ യൂസ് ഓഫ് ബോത്ത് സാലറി സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ദി സെക്യൂരിറ്റീസ്. മോർഗേജ് അസറ്റിൻ്റെ മെയിൻ യൂസ് വരുന്ന ഇതാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഇങ്ങനെയാണ് ലോങ് ടേം ലോൺസ് കൊടുക്കുന്നതെങ്കിൽ വാട്ട് അബൌട്ട് ഞാൻ ഓർഗനൈസേഷന്, ബിഗ് MNC കമ്പനീസ് ഒക്കെ, അവിടെ ഓർഗനൈസേഷനെ പ്രോഫിറ്റബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്ക് എത്ര ലോൺ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഓർഗനൈസേഷന് ലോൺ കിട്ടണമെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ പാസ്റ്റ് 5 yearsഉം പിന്നെ എക്സ്പെക്റ്റഡ് ഫോർ ദ നെക്സ്റ്റ് 3 yearsൻ്റെ എക്സ്പെക്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അവർ പ്രൊവൈഡ് ചെയ്യണം. ലോൺ നിങ്ങൾക്ക് കിട്ടും. ഇഫ് യു ആർ ഗെറ്റിംഗ് ആൻ പ്രോഫിറ്റ് ഓഫ് 10 lakhs, അപ്പോൾ നിങ്ങൾക്ക് ലോൺ കമ്പനി പറയുന്നു യു ഹാവ് ദി എബിലിറ്റി ടു പ്രോഫിറ്റ്, എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് 10 lakhs നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുകയാണെങ്കിൽ യു ഹാവ് ദി എബിലിറ്റി ടു റീപേ ദ ഇൻട്രസ്റ്റ്, ലോൺ ലഭിക്കുന്നു. അത് നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് 20 lakhs ആകുന്നു, 30 lakhs ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ബാങ്ക് നോക്കുമ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ഇൻക്രീസ് ആണ് ഓർഗനൈസേഷൻ്റെ അവരുടെ പ്രോഫിറ്റിൽ ഇൻക്രീസ് തന്നെയാണ് വരുന്നത്, റേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത് പ്രോഫിറ്റിൽ. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു പ്രൊവൈഡ് ലോൺ, ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ടു പ്രൊവൈഡ് ലോൺ ടു ദീസ് ഓർഗനൈസേഷൻ. അപ്പോൾ പ്രോഫിറ്റബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന ലോങ് ടേം ബോറോവിങ്സ്. അതേപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറയുന്ന പ്രോഫിറ്റബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ കമ്പനിയിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തത്തുള്ളൂ. നിങ്ങൾ 10 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആ കമ്പനിയിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും 2018 നിങ്ങൾക്ക് 5,000 ലഭിച്ചു, 2019 5,000 ലഭിച്ചു, 2020 5,000 rupees തന്നെയാണ് ഡിവിഡൻ്റ് ആയിട്ട് ലഭിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഇയർ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ അനദർ കമ്പനിയിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഒരു ഗ്രോത്തും നമുക്ക് അവിടെ കിട്ടുന്നില്ല. 5,000 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എമൗണ്ട് തന്നെ ഡിവിഡൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുള്ളൂ. സോ വിൽ ലൂസ് അവർ ഇൻട്രസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയാണ് പ്രോഫിറ്റബിലിറ്റി ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നേടിയെടുക്കാനും വേണ്ടി നമ്മൾ നോക്കുമ്പോൾ 2018 10 lakhs rupees പ്രോഫിറ്റ് ലഭിക്കുന്നു, ഗുഡ്. 2019 20 lakhs ആവുന്നു, 2020 അത് 30 lakhs പ്രോഫിറ്റായിട്ട് മൾട്ടിപ്ലൈ ആവുന്നു. അപ്പോൾ നമുക്കറിയാം ഇത് ഓർഗനൈസേഷൻ ഈസ് ഗ്രോയിങ്. ഓരോ വർഷം കഴിയുമ്പോൾ അവരുടെ ഡിവിഡൻഡ് റേഷ്യോയിലും ഇൻക്രീസ് വരുന്നുണ്ട്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിലും ഇൻക്രീസ് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഇൻവെസ്റ്റ് ഇൻ സച്ച് ആൻഡ് സച്ച് ഓർഗനൈസേഷൻ. അപ്പോൾ ആ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ലിക്വിഡിറ്റിനൊക്കെ ബേസ് ചെയ്തിരിക്കും കമ്പനിക്ക് ലഭിക്കുന്ന ലോങ് ടേം ബോറോവിങ്സും അതേപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സും. സൈസ് ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസ്. ഒരു കമ്പനിയുടെ സൈസും അതേപോലെ അത് കമ്പനി എന്ത് ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു മിക്സപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേഷനറി കട, ഒരു പലചരക്ക് കടയാണെങ്കിൽ അവിടെ എവിടെയും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ലൊക്കാലിറ്റി തന്നെ ഓരോ ലൊക്കാലിറ്റീസിലും ഓരോ റീജിയനിലും ഓരോ സ്റ്റേഷനറി കടകളുണ്ടാകും, നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവിടെ വരുന്ന മെയിൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവരുടെ ഓൺ ക്യാപിറ്റൽ, അതായത് ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആ ഒരു ഓൺടർപ്രീനറിൻ്റെ ഓൺ ക്യാപിറ്റൽ ഉണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ലോങ് ടേം ബോറോവിങ്സ് ഉണ്ടാകും. അതല്ലാണ്ട് പുറത്തുനിന്ന് ഒരു പബ്ലിക്കിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരാൻ വളരെ ചാൻസ് കുറവാണ്. ബിക്കോസ് ദ സൈസ് ഓഫ് ദ ബിസിനസ്, ബിക്കോസ് ഓഫ് ദ നേച്ചർ ഓഫ് ദ ബിസിനസ്. അതല്ല നേരെ മറിച്ചൊരു സൂപ്പർ മാർക്കറ്റ്സ് ആണ്, നേരെ മറിച്ചൊരു ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ ലോങ് ടേം ബോറോവിങ്സും വരുന്നു, അതേപോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സും വരുന്നുണ്ടാകും. കാരണം ഈ പലചരക്ക് കട എന്ന് പറയുന്നത് ഒരിക്കലും ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരിക്കലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതല്ല, ലിസ്റ്റപ്പ് ചെയ്യുന്നതല്ല. പക്ഷേ നേരെ മറിച്ച് ഒരു സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിൽ അവർക്ക് ഇത്ര ടേൺ ഓവറിൻ്റെ എബവ് വരികയാണെങ്കിൽ എനിവേ അതിൽ ലിസ്റ്റപ്പ് വരും ഷെയർ മാർക്കറ്റിൽ. ദെയർഫോർ അവിടെ സൂപ്പർ മാർക്കറ്റ്സ് അപ്പോൾ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ നേച്ചർ ഓഫ് ബിസിനസ് എന്താണ് അവർ വർക്കിംഗ് വരുന്നത്, അവിടെ സൈസ് എത്രയുണ്ട്, സ്മോൾ സൈസ് ആണോ, മീഡിയം ആണോ, ലാർജ് സ്കെയിൽ ആണോ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓർഗനൈസേഷനിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ ഓർഗനൈസേഷനിൽ വരുന്ന ലോങ് ടേം ബോറോവിങ്സും. നെക്സ്റ്റ് പോയിന്റ്, റെഗുലാരിറ്റി ആൻഡ് സെർട്ടനിറ്റി ഓഫ് ഇൻകം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റബിലിറ്റി അതേ കാര്യം തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലിന് സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു, അതോടൊപ്പം തന്നെ മോർഗേജ് ആയിട്ട് ഒരു അസറ്റ് കൂടി കീപ്പ് ചെയ്യണം, സെക്യൂരിറ്റി. അപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള ഉദ്ദേശം നിങ്ങൾക്ക് റെഗുലറായിട്ട് ഈ ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അതേപോലെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും, ഇതിനൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കളക്ട് ചെയ്യുന്നു പാസ്റ്റ് 5 yearsൻ്റെ. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്യുമ്പോൾ പാസ്റ്റ് 5 years ആയിട്ട് ഇവിടെ ഗ്രോത്ത് തന്നെയാണ്, പ്രോഫിറ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്, നഷ്ടങ്ങൾ വലുതായിട്ട് ഉണ്ടാവുന്നില്ല. സോ he will develop himself, the organization will be developing themselves. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു പ്രൊവൈഡ് ലോൺ, ദർ വോണ്ട് ബി എനി ഹിൻഡ്രൻസ് ഇൻ ദാറ്റ്. അങ്ങനെ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അതേപോലെ തന്നെ സാലറി സർട്ടിഫിക്കറ്റൊക്കെ ബാങ്കും അതേപോലെ ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും വാങ്ങിക്കുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, കണ്ടീഷൻസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്, ടാക്സേഷൻ പോളിസി, ലീഗൽ റിക്വയർമെൻറ്റ്സ്.
കണ്ടീഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇതിനെ ഡിറ്റോ കറക്റ്റ് പ്രാക്ടിക്കൽ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഇപ്പോഴത്തെ COVID-19 സിറ്റുവേഷൻ, ബിക്കോസ് ഓഫ് ദിസ് പാൻഡമിക് ദുബായിലൊക്കെ ആണെങ്കിൽ പല ബിസിനസ് ഓർഗനൈസേഷൻസും ഷട്ട് ഡൗൺ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കാരണം അവർക്ക് സെയിൽ ഉണ്ടാവുന്നില്ല, അവർക്ക് അവരുടെ കൺസ്യൂമേഴ്സിന് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ പല ബിസിനസ് ഓർഗനൈസേഷൻ ഷട്ട് ഡൗൺ ആവുന്നുണ്ട്. പല ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ എംപ്ലോയീസിൽ നമ്പർ ഓഫ് എംപ്ലോയീസിൽ ഡിക്രീസ് കൊണ്ടുവരുന്നു, വാല്യൂ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് പല ആൾക്കാരും ടെർമിനേറ്റ് പിരിച്ചു വിടുകയും ചെയ്യുന്നു. കാരണം ദേ ആർ നോട്ട് ഏബിൾ ടു ജനറേറ്റ് ഇൻകം, ദേ ആർ നോട്ട് ഏബിൾ ടു മീറ്റ് അപ്പ് ദി കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ സെയിൽസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്, നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന സിറ്റുവേഷനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓർഗനൈസേഷനിൽ ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റും ഓർഗനൈസേഷനിൽ ലഭിക്കുന്ന ലോങ് ടേം ബോറോവിങ്സും. ഇപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നഷ്ടം വരികയാണെങ്കിൽ, ഈ ഒരു പാൻഡമിക് മൂലം തന്നെയാണ് നിങ്ങൾക്ക് സെയിൽസിൽ ഉണ്ടാവുന്നില്ല, സ്റ്റിൽ യു ആർ റണ്ണിങ് യുവർ ബിസിനസ് ബട്ട് യു ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് സെയിൽസ്. നിങ്ങൾക്ക് ഒരിക്കലും ബാങ്കിൽ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹയർ ലോൺ എമൗണ്ട് എന്തായാലും പ്രൊവൈഡ് ചെയ്യില്ല. ഒരിക്കലും പുറത്തുനിന്നൊരു പബ്ലിക് നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരില്ല. കാരണം നിങ്ങൾക്ക് സെയിൽസിൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഷട്ട് ഡൗണിലോട്ട് പോകാം. അപ്പോൾ ദ കണ്ടീഷൻസ് പ്രിവെയിലിംഗ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ദാറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് അവർ ക്യാപിറ്റൽ സ്ട്രക്ചർ, ദാറ്റ് ഓൾസോ അഫക്ട്സ് അവർ ക്യാപിറ്റൽ സ്ട്രക്ചർ. ടാക്സേഷൻ പോളിസി, ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിനും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ടൊബാക്കോ കമ്പനിയാണ്, അതായത് സിഗരറ്റ്സ് ഒക്കെ വിൽക്കുന്ന കമ്പനിയാണ് നമ്മുടെ വരുന്നത്, അല്ലെങ്കിൽ സിഗരറ്റ്സ് മാനുഫാക്ചറിങ്, ടൊബാക്കോ മാനുഫാക്ചറിങ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത് വളരെ ചുരുക്കമാവാൻ ചാൻസ് ഉണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും ഈ ടൊബാക്കോ, സ്മോക്കിംഗ് പറഞ്ഞ സിഗരറ്റ്സിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പ്രൊഡക്ഷൻ ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ നിർത്തലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ഹൈ ചാൻസസ്. അതേപോലെ തന്നെ അവിടെ വേണേൽ ടാക്സ് റേറ്റ്, അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് ഇത്ര ഹയർ ടാക്സ് റേറ്റ് പേ ചെയ്യണം, അങ്ങനത്തെ ഒരു ടാക്സേഷൻ കൊണ്ടുവരാനും ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ദോസ് ആർ ഓൾ ഹസാർഡസ് പ്രൊഡക്റ്റ് ടു ദി എൻവയോൺമെൻറ്റ്. അപ്പോൾ അതിന് ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ടാക്സേഷൻ പോളിസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓർഗനൈസേഷൻ ലഭിക്കുന്ന ബോറോവിങ്സും അതേപോലെ ഓർഗനൈസേഷൻ ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റും. എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ് ഈ കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ് ഈ കമ്പനിയുടെ മുകളിൽ ലഭിക്കുന്ന പ്രോഫിറ്റിൽ ഇത്ര ടാക്സേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാമെങ്കിൽ ഒരിക്കലും നമ്മൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവില്ല. ഒരിക്കലും ആ കമ്പനിയിൽ ബാങ്ക്സ് ബോറോവിങ്സ് കൊടുക്കില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ITs എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, അവർ മെയിൻ ഫങ്ഷനിങ് ടൊബാക്കോ ആയിരുന്നു ITCയുടെ. ഇപ്പോൾ പക്ഷേ അവരുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സ് ബുക്ക് അത് ITC കമ്പനിയുടെ വകയാണ്. അതേപോലെ പല പല ബിസ്ക്കറ്റുകളുണ്ട്, സൺഫീസിനൊക്കെ ബിസ്ക്കറ്റ് ITC കമ്പനിയുടെ വകയാണ്. അപ്പോൾ ITC എന്ന് പറഞ്ഞ കമ്പനി മെയിൻ സ്റ്റാർട്ടിങ്. അതേപോലെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്, വിൽസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്, അതും ITC കമ്പനിയുടെ തന്നെയാണ്. അപ്പോൾ അവരവരുടെ മെയിൻ ബിസിനസ്സായ ടൊബാക്കോ ഈ ഒരു കാരണം, അതായത് എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാനുള്ള ഗവൺമെൻറ് ഓർഡർ വരാം, എപ്പോൾ വേണമെങ്കിലും ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഗവൺമെൻറ് ഓർഡർ വരാം, അതേപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ടാക്സേഷൻ റേറ്റൊക്കെ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാരണത്താൽ അവരവരുടെ ബിസിനസ് ടൊബാക്കോ ഇപ്പോഴും നടത്തിക്കൊണ്ട് വരുന്നുണ്ട്, വെൽ സെയിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ടൊബാക്കോയിൽ മാത്രം ഒതുങ്ങുന്നില്ല, അവർ വിൽസ് ലൈഫ് സ്റ്റൈൽ, ടെക്സ്റ്റൈലോട്ടും ക്ലോത്തിങ്, അതേപോലെ ബുക്സിലോട്ടും അതേപോലെ ഈറ്റബിൾസിലോട്ടൊക്കെ അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഒരു വട്ടം ടൊബാക്കോയിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ ദേ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ അതർ ഓർഗനൈസേഷൻ, other business opportunities and survive. Theories of capital structure: net income theory, net operating income theory, traditional and Modigliani-Millen theory. അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് ബേസ് ചെയ്തിട്ട് 4 അപ്രോച്ചസ് ആണ്, 4 തിയറീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നെറ്റ് ഇൻകം NI തിയറി, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി NOI തിയറി, ട്രഡീഷണൽ തിയറി, മോഡിഗ്ലിയാനി-മില്ലർ തിയറി MM തിയറി. നമുക്കപ്പോൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നെറ്റ് ഇൻകം തിയറി, നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയും. ദി തിയറി ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഡെർണാർഡ്. തിയറി ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് KE തിയറി. KE നമ്മൾ പലവട്ടം ഉപയോഗിച്ചിട്ടുള്ള ടേമാണ്. KE എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. Therefore, the theory, net income theory, is also known as fixed cost of equity theory. According to NI approach, a company can increase the value of the firm and reduce the overall cost of capital by increasing the proportion of debt in its capital structure. For debt, interest rate is lower than dividend rate. Interest is deductible expense for income tax purpose. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഡെപ്റ്റാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഓപ്ഷൻ. കാരണം the interest on debenture, interest on debt, long-term loans is much cheaper, much lower than dividend payout ratio. അതേപോലെ തന്നെ ടാക്സേഷൻ പർപ്പസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്റ്റബിൾ സോഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഡെപ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2:1 റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ.
2:1 റേഷ്യോ ആണ് ഏറ്റവും ബെസ്റ്റ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇക്വിറ്റി നിങ്ങൾക്ക് 1 ലക്ഷം വരികയാണെങ്കിൽ അവിടെ അതിന് റിലേറ്റ് ആയിട്ട് 2 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് വരുന്നു. 2:1 റേഷ്യോ, അതാണ് ഏറ്റവും ബെസ്റ്റ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കോസ് വി ആർ യൂസിങ് അതേഴ്സ് മണി ടു റൺ അവർ ബിസിനസ്. ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് NI അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഷൻ അണ്ടർ NI അപ്രോച്ച് ടോട്ടൽ വാല്യൂ ഓഫ് ഫേം ഈസ് കമ്പ്യൂട്ടഡ് ബൈ ടേക്കിംഗ് market value of equity and market value of debt. The total value of firm equals market value of equity plus market value of debt. അതായത് E plus D. E എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റിയും അതേപോലെ D എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ്. V എന്ന് പറയുന്ന ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. അപ്പോൾ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഫേം നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ എത്രയാണ്, അതേപോലെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഡെപ്റ്റിൻ്റെ വാല്യൂ എത്രയാണ്, ഇത് രണ്ടും കൂടി ടോട്ടൽ ആഡാണ്, സമ്മപ്പാണ് നമ്മുടെ ടോട്ടൽ വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് NI തിയറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു ഓൾ.